റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിവസം പിന്നിട്ടു. ഇരു രാജ്യങ്ങൾക്കും ദീർഘനാൾ നീണ്ട യുദ്ധം സമ്മാനിച്ചത് നഷ്ടങ്ങൾ മാത്രം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും കാര്യമായി നടക്കുന്നില്ല. തീവ്രമാക്കാനുള്ള നടപടികൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് യുക്രൈന് യുഎസ് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കിയത്. പിന്നാലെ യുക്രൈൻ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. റഷ്യയാണ് ഇക്കാര്യം അറിയിച്ചത്. യുഎസ് നിർമ്മിത മിസൈൽ വഴിയായിരുന്നു ആക്രമണം. റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിലേക്ക് യുക്രൈൻ മിസൈലുകൾ തൊടുത്തുവിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ 3:25-നായിരുന്നു ആക്രമണം. 5 മിസൈലുകൾ റഷ്യ ആക്രമിച്ചു തകർത്തു. മറ്റൊന്ന് തകർന്നു വീണു. തകർന്ന മിസൈലിന്റെ ഭാഗങ്ങൾ സൈനിക കേന്ദ്രത്തിനടുത്ത് പതിച്ചു. ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നാണ് റഷ്യൻ വ്യോമപ്രതിരോധ സേന അറിയിച്ചത്. റഷ്യയ്ക്കകത്തെ സൈനിക കേന്ദ്രങ്ങളെ യുക്രൈൻ ആദ്യമായാണ് ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഗതിമാറ്റുന്ന തീരുമാനമാണ് യുഎസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുഎസ് നയത്തിലുണ്ടായ നിർണായക വ്യതിയാനമായിരുന്നു ആ തീരുമാനം. ദീർഘദൂര മിസൈലുകൾക്കുള്ള വിലക്കാണ് ബൈഡൻ ഭരണകൂടം നീക്കിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിനിടയിലുണ്ടായ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം ഏറെ വിമർശനം വിളിച്ചു വരുത്തുന്നുണ്ട്. യുക്രൈന്റെ ആക്രമണത്തിന് പിന്നാലെ റഷ്യയിൽ നിന്ന് വരുന്നത് ആശങ്കയുയർത്തുന്ന റിപ്പോർട്ടുകളാണ്. ആണവായുധം ഉപയോഗിക്കാനുള്ള നയത്തിൽ റഷ്യ മാറ്റം വരുത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് റഷ്യ നൽകിയിരുന്നു. റഷ്യയിൽ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ ഫ്രാൻസിന്റെയോ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ അനുമതി നൽകിയാൽ ആ നാറ്റോ അംഗങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നായിരുന്നു പുടിന്റെ മുന്നറിയിപ്പ്. പുടിൻ ആണവായുധ ഉപയോഗ നയത്തിൽ മാറ്റം വരുത്തിയത് അതുകൊണ്ടുതന്നെ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ ആണവായുധം പ്രയോഗിക്കാനുള്ള നിർദ്ദേശം നൽകാൻ ഇനി പുടിന് സാധിക്കും. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ പുടിൻ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന വിലയിരുത്തലാണുള്ളത്. രാജ്യത്തിന് നേരെ ആണവായുധ ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഘട്ടത്തിൽ ആണവായുധം പ്രയോഗിക്കാമെന്നായിരുന്നു നിലവിലുള്ള നിയമം. ഇതാണ് പുടിൻ ഭരണകൂടം മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇനിയും പ്രകോപനം തുടർന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന വ്യക്തമായ താക്കീതാണ് ഇതിലൂടെ പുടിൻ നൽകിയിരിക്കുന്നത്. അതിനാൽ പുതിയ സംഭവവികാസങ്ങളെ ആശങ്കയോടെയാണ് ലോകം നോക്കുന്നത്.